ഹൗസിലിപ്പോ ശാരിക ഇന്റർവ്യൂ നടത്താണ്. ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആര്യനാണ്. ഹോട്ട് സീറ്റില് നമ്മുടെ ശാരിക തന്നെയാണ്. എന്തായാലും ശാരിക ബിഗ് ബോസ് ഹൗസിന് പുറത്തുള്ള ആ ഒരു ഗെറ്റപ്പിലാണ് ഇവിടെ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പോ ശാരിക ആര്യനോടായിട്ട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ പടമൊന്നും തിയേറ്ററിൽ വന്നില്ലേ? താങ്കൾക്ക് പറ്റിയ പണിയാണോ? ഞാൻ ഇതുവരെ താങ്കളുടെ പടം കണ്ടിട്ടില്ല. തിയേറ്ററിൽ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ അതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പോ ആ ശാരിക പറയാണ്, താങ്കൾക്ക് പറ്റിയ പണിയല്ല ഇത്. താങ്കൾക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? വല്ല MBBS അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അനീഷ് എണീറ്റ് നിൽക്കുന്നത്. അപ്പൊ അനീഷിന്റെ ഒരു ഗെയിം ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ സ്പേസിൽ കയറി ഇടപെട്ട് വെറുതെ ആളാവാൻ നോക്കും. ചില സമയങ്ങളിൽ പാളി പോകാറുമുണ്ട്. അപ്പോ അനീഷ് പറയുന്നത് ഇങ്ങനെയാണ്, ശാരിക അപ്പോ ആക്ടറായ ആര്യന്റെ ഒരു പടം പോലും ശാരിക കണ്ടിട്ടില്ലല്ലേ? അപ്പോ വെറുതെ ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ്. ഗസ്റ്റിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാതെ വെറുതെ പ്രിപ്പയർ ചെയ്ത് വന്നതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശാരികക്കിട്ട് പണി കൊടുക്കുകയാണ്. അതിൽ ശാരിക എന്തായാലും ഒന്ന് ചമ്മിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. ശാരിക ഹോട്ട് സീറ്റിൽ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. പിന്നെ അപ്പാനി ശരത്ത് ഇവരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ, അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ശാരികയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ശാരിക എണീറ്റ് നിന്നിട്ട് പറയണ, എന്റെ പുതിയ പാട്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശാരിക ഒരു പാട്ടങ്ങ് പാടിയിരിക്കുകയാണ്. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കടാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 2-3 വരികളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കടാ. ശാരിക ഈ പാട്ട് തന്നെ അങ്ങ് പാടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ശാരികയുടെ കൂടെ കൂടി പെട്ടെന്ന്. അങ്ങനെ അനീഷിന് കാര്യം മനസ്സിലായി, തനിക്കിട്ട് താങ്ങിയതാണ് ശാരിക എന്നുള്ളത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ അനീഷിന് ശാരിക നല്ല 8ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ലൈവ് കണ്ടവർക്കറിയാം. ലൈവ് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ.